വയനാട് കൽപ്പറ്റയിൽ ഓട്ടോ ഡ്രൈവർമാരുടെ പ്രതിഷേധം. പഴയ സ്റ്റാൻഡിന് മുൻവശത്തെ ഓട്ടോ സ്റ്റാൻഡ് ഒഴിവാക്കണമെന്ന പോലീസ് നിർദ്ദേശത്തിനെതിരെയാണ് പ്രതിഷേധം. ഫൈസൽ നെടുമ്പാല തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൽപ്പറ്റയിൽ നടപ്പാക്കുന്ന ട്രാഫിക് പരിഷ്കാരത്തിനെതിരെ ഓട്ടോ ഡ്രൈവർമാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ബസ് സ്റ്റാൻഡ് മുൻവശത്ത് നിൽക്കുന്ന ഈ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ നിന്ന് മാറ്റണമെന്നുള്ളതാണ് ഇവർക്ക് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ഈ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ഓട്ടോ ഡ്രൈവർമാരുടെ നിലപാട്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം? നിലവിൽ ഇവിടെ ട്രാഫിക് അഡ്വൈസറി ബോർഡിന്റെ തീരുമാനം നടപ്പിലാക്കാനാണ് പോലീസ് വരുന്നത്. ഇവിടെ ട്രാഫിക് അഡ്വൈസറി ബോർഡിലെ തീരുമാനം ആ യോഗത്തിൽ വെച്ചിട്ട് എല്ലാ യൂണിയനുകളും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള 5 വണ്ടി സ്റ്റാൻഡ് ഒഴിവാക്കരുതെന്നുള്ള. ഒരു കാലത്തും നടപ്പിലാക്കാൻ പറ്റും. ഏറ്റവും സൗകര്യം ഇവിടെ യാത്രക്കാർക്കും അതുപോലെ തന്നെ ബസ് ഇറങ്ങി ദൂരൊക്കെ പോകുന്നവർക്കും ഈ സ്റ്റാൻഡ് വളരെ ഉപകാരപ്രദമാണ്. പെട്ടെന്ന് മാറ്റുമ്പോൾ 5 വണ്ടി സ്റ്റാൻഡ് മാറ്റുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. ഉള്ളില് നഗരസഭയുടെ ലൈസൻസ് ഉള്ള കച്ചവടക്കാരുണ്ട്, വലിയ വാടക വാങ്ങിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പൊ അല്ല, ഇതൊരു വേനൽക്കാലം, മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പ്രശ്നം ഗുരുതരമായിരിക്കും. അങ്ങനെ അവസരത്തിൽ ഞങ്ങൾ നിർബന്ധം എല്ലാ യൂണിയനും, ഒരു യൂണിയനല്ല എല്ലാ യൂണിയനും പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ നടപ്പിലാക്കരുത്. ഇത് ഈ ഒരു കാര്യം മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തീരും. എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ സ്റ്റാൻഡ് ഒരിക്കലും ഇവിടുന്ന് മാറ്റാമല്ല. മാറ്റിയതിന്റെ ദോഷം കുറച്ചു നേരം ഇവിടെ നിന്ന് അറിയാം. 2 ബസ് വന്നാലും പുറത്തേക്ക് വരുന്ന ബസ്സുകൾ ബ്ലോക്കാണ് അവസ്ഥ. പഴയ ബ്ലോക്കിനെക്കാട്ടും കൂടുതൽ ബ്ലോക്കാവും. പക്ഷെ വേറെ പ്രശ്നം പോലീസ് ഞങ്ങൾക്ക് പറഞ്ഞത് നഗരസഭയിൽ നിന്ന് നിങ്ങളൊരു ലെറ്റർ വന്ന് നടപ്പിലാക്കണമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞ തീരുമാനത്തിന്റെ അത് ചെയർമാൻ കണ്ടോ ഇല്ലോന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ചെയർമാൻ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കയറാതെ ഇപ്പൊ ഓട്ടോ സ്റ്റാൻഡിൽ കൊടുത്ത് കയറണം എന്നാണ് പറയുന്നത്. സാറേ, ഇപ്പം പോലീസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയ ഈ ഓട്ടോറിക്ഷന്റെ വിഡ്ത്തും ലെങ്ത്തും സാറിന് അറിയാലോ. ഈ ചെറിയ 5 വണ്ടി ഓട്ടോറിക്ഷ ഇവിടെ വെച്ചാൽ ട്രാഫിക് ബ്ലോക്ക് ആകുന്ന പറയുന്നത്. പകരം അവർ കൊണ്ടുവരുന്നത് കൽപ്പറ്റയിൽ അവസാനിക്കുന്ന ബസ്സുകളുണ്ടല്ലോ, ബത്തേരിയിൽ നിന്ന് മാനന്തവാടി നിന്നൊക്കെ വരുന്നത്, ആ ബസ്സുകൾ ഇവിടെ സ്റ്റാൻഡാക്കിയിട്ട് ഓട്ടോ സ്റ്റാൻഡ് ഇതിന്റെ പുറകിലേക്ക് മാറ്റണം എന്നാ. ഈ പുറകിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം ആയിരക്കണക്കിന് രൂപ മേൽവാടകയ്ക്ക് എടുത്ത് കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഈ ഓട്ടോറിക്ഷ 10-15 എണ്ണം വെക്കുമ്പോൾ ആ കച്ചവടക്കാരുടെ കച്ചവടം എല്ലാം ഇല്ലാതാവും. അപ്പൊ കച്ചവടക്കാരും ഡ്രൈവേഴ്സും തമ്മിലുള്ള ഒരു സംഘർഷം ഇതിന് മുമ്പ് ഉണ്ടായതാണ്. ആ സംഘർഷം വീണ്ടും വരികയും ചെയ്യും. ഈ ആയിരക്കണക്കിന് യാത്രക്കാരും രോഗികളും വരുന്ന ആൾക്കാർക്ക് ഈ വാഹനത്തിന്റെ ഒരു സൗകര്യം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവും പ്രതിഷേധവുമായിട്ട് മുമ്പോട്ട് വന്നത്. അത് മാത്രമല്ല, മുനിസിപ്പാലിറ്റിയിൽ ട്രാഫിക് അഡ്വൈസറി കഴിഞ്ഞ മാസം വിളിച്ചിരുന്നു. ആ ട്രാഫിക് അഡ്വൈസറിയിൽ ഇല്ലാത്ത ഒരു രേഖയാണ് പോലീസ് മാനദണ്ഡം പാലിക്കാതെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയമില്ലാതെ സംയുക്ത ട്രേഡ് യൂണിയൻ ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകി. ഇപ്പോ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു ഭാഗത്തെ ഓട്ടോറിക്ഷകൾ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. പഴയ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ഈ ഒരു ഓട്ടോ സ്റ്റാൻഡ് കഴിഞ്ഞ കുറെ നാളുകളായിട്ടുണ്ട്. അപ്പൊ ഈ ഓട്ടോറിക്ഷകൾ പൂർണ്ണമായി ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പ്രൈവറ്റ് ബസ്സിനെ ഈ ഒരു ഭാഗത്ത് നിർത്താൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു ഇവർക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രാഫിക് അഡ്വൈസറി ബോർഡിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പൊ ആ ഒരു തീരുമാനം എടുക്കാതെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പരിഷ്കരണം നടപ്പിലാക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ നിന്ന് മാറ്റാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന കാര്യം കൂടി ഈ ഓട്ടോ ഡ്രൈവർമാർ സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കൽപ്പറ്റ ടൗണിൽ നടക്കുന്നത്.